darlings, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. പൊതുവെ നമ്മുടെ വീട്ടിലുള്ള ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തു പോയിക്കഴിഞ്ഞാൽ ഒട്ടുമിക്കവർക്കും അത് കഴിക്കാൻ മടിയായിരിക്കും, എന്നാൽ അത് കളയാനും തോന്നത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ചെണ്ട മുറിയൻ അല്ലെങ്കിൽ ഏത്തക്ക തോശി. വെറും 10 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് ഇത്. എന്നാൽ ഇത് ഇടിയപ്പത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ പുട്ടിന്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. വൈകുന്നേരം നമുക്ക് ചായക്കൊപ്പം എടുക്കാം. അപ്പൊ വരും, നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഒരു 3 നന്നായി പഴുത്ത ഏത്തപ്പഴം ഒരു മീഡിയം സൈസിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു വിഭവം നമ്മൾ തയ്യാറാക്കുമ്പോൾ കഴിയുന്നത് നന്നായി പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്, എന്നാലേ ഇതിന് നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചെണ്ടയുടെ ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിന്റെ പേരിലാണ് ഇതിന്റെ പേര് ചെണ്ട മുറിയൻ എന്ന് അറിയപ്പെടുന്നത്. സാധാരണ ട്രിവാൻഡ്രം സൈഡിലൊക്കെയാണ് ഇത് ചെണ്ട മുറിയൻ എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ കോട്ടയം സൈഡിൽ പോകുമ്പോഴാണ് ഇത് ഏത്തക്ക തോശി എന്ന് പറയുന്നത്. ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അകത്തേക്കാണ് നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർക്കേണ്ടത്. ഇനി ഇതിന്റെ അകത്ത് കിടന്നിട്ടാണ് നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് പുഴുങ്ങി വരേണ്ടത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. തവി കൊണ്ട് കഴിയുന്നതും ഇളക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഏത്തപ്പഴം ചിലപ്പോൾ പൊട്ടിപ്പോയേക്കാം. ഇനി ഇത് പുഴുങ്ങി കിട്ടാൻ 8 മുതൽ 10 മിനിറ്റ് എന്തായാലും പിടിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് പുഴുങ്ങി കിട്ടണമെങ്കിൽ നമുക്ക് അല്പസമയം വേണമെങ്കിൽ അടച്ചു വെക്കുകയും ചെയ്യാം. ഇപ്പൊ ഞാൻ എന്തായാലും ഇത് തുറന്നു വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഏകദേശം ഇത് 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ശർക്കര ചേർക്കാൻ പോകുന്നത്. അധികം മണ്ണോ അഴുക്കുള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഉരുക്കി ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ രീതിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ഏകദേശം ഒരു 1/4 കപ്പ് ശർക്കര ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഉരുക്കി അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തത്. ഇനി ശർക്കരയുടെ അളവൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിന്റെ അളവിനനുസരിച്ചാണ് നമ്മൾ ശർക്കര ചേർക്കേണ്ടത്. ഇനി ശർക്കരയും ഈ ഏത്തപ്പഴവും നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. പിന്നെ ഇതിന്റെ പാകമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ചിലർക്ക് ഇത് നല്ല വെള്ളം പോലെ ഇരിക്കാനായിരിക്കും ഇഷ്ടം, എന്നാൽ ചിലവർക്ക് ഇത് നല്ല കട്ടിയായിട്ട് നല്ല കുറുക്കി ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഏതാണ് ഇഷ്ടം ആ രീതിക്ക് തന്നെ നമുക്കിത് പാത്രത്തിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇപ്പൊ നോക്കിക്കോളൂ, എന്റെ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് ഞാനിത് അല്പസമയം അടുപ്പിൽ ഇങ്ങനെ വെച്ച് ചുറ്റിച്ചോണ്ടേ ഇരിക്കുമായിരുന്നു. ഇപ്പൊ ഈ രീതിക്ക് നമുക്ക് കണ്ടില്ലേ, നല്ലതായിട്ട് നമ്മുടെ ശർക്കരയൊക്കെ ഏത്തപ്പഴയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിപ്പുണ്ട്. ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ തേനൊക്കെ ഈ പഴത്തിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെയാണ് ഇരിക്കേണ്ടത്. അതാണ് ഇതിന്റെ പാകം. അപ്പൊ ഇങ്ങനെ വെറുതെ തന്നെ കഴിക്കാൻ നല്ലൊരു രുചി തന്നെ ആയിരിക്കും. ഇനി ഇത്ര സമയം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത്. ഇടയ്ക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പൊ നോക്കിക്കോളൂ, ഞാൻ വെറുതെ ജസ്റ്റ് ഒരു പീസ് എടുത്ത് കാണിക്കാണ്. അപ്പൊ ഈ രീതിക്ക് തന്നെ തയ്യാറാക്കി എടുക്കുക. ഇനി നമ്മുടെ ചെണ്ട മുറിയൻ വാങ്ങാറാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അതായത് ഇതിന്റെ അകത്തേക്ക് കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ നെയ്യൊക്കെ ആ ചൂടി കിടന്നിട്ട് തന്നെ നന്നായിട്ട് ഉരുകി കിട്ടും. ഇനി ഇതിന്റെ അകത്തേക്ക് വേണമെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാം. ഇനി ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ തിരിച്ചു കൊടുത്താലും മതിയാവും. ഇപ്പൊ ഞാൻ ഇതൊരു 2 രീതിയിൽ എങ്ങനെ സെർവ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ചിലർക്ക് ഇത് ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ഇപ്പൊ തൽക്കാലം ഒരു 2 എണ്ണം സെർവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിലർക്ക് ഇത് നന്നായിട്ട് കുറുകി നല്ല കൊഴുത്തിരിക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി തേങ്ങാപ്പാലിന്റെ അളവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വീണ്ടും ചുറ്റിക്കുക. ഇനി ഇത് അധികം സമയം അടുപ്പിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉടനെ തന്നെ ഇത് വിളമ്പാം. ഇനി നമുക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് നട്ട്സ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് ചേർക്കാം. ഏകദേശം ഇതിന് രുചിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ട് എവിടേക്കോ നമ്മുടെ പഴപ്രഥമന്റെ ഒക്കെ ടേസ്റ്റ് വരും. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഈ ഒരു വിഭവം എല്ലാവർക്കും ഉറപ്പായിട്ട് തന്നെ ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇനി ഈ ഒരു റെസിപ്പി കണ്ടിട്ടെങ്കിലും ആരും പഴം കളയാതെ ഇരിക്കുക. നല്ല പഴുത്തു പോയി കഴിഞ്ഞാൽ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിക്കുക. ചെറുതായിട്ട് പഴുത്തിരിക്കുന്ന ഏത്തപ്പഴത്തിനേക്കാളും പോഷകമാണ് നന്നായി പഴുത്തിരിക്കുന്ന ഏത്തപ്പഴത്തിനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എന്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. അപ്പൊ നമുക്കിനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നത്. സൈൻ ഓഫ് ഫ്രം സ്വപ്ന.